നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഇന്നത്തെ നമ്മുടെ സ്പൈ വർക്കിൻ്റെ റീഡിംഗ് ആണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു പേഴ്സണിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്തും ആവാം. നിങ്ങൾ മാരീഡ് ആയിരിക്കാം, നിങ്ങൾ ഹസ്ബൻഡിനെയോ വൈഫിനെയോ വേണ്ടിയിട്ടായിരിക്കാം റീഡിംഗ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ്, നിങ്ങൾക്ക് വേറെ ഒരു പേഴ്സണിനെ ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾസ് ആണ്, നിങ്ങൾക്കൊരു വ്യക്തി ഇഷ്ടമുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അങ്ങനെ ഏത് സിറ്റുവേഷനും ആവാം. ആ പേഴ്സൺ പക്ഷെ വേറെ തേർഡ് പാർട്ടിയുടെ കൂടെയാണ് എന്ന് ഓക്കെ ഉറപ്പുള്ളവർ മാത്രം കണ്ടാൽ മതി. നിങ്ങൾക്ക് തേർഡ് പാർട്ടി ഉണ്ട് എന്നറിയുന്നവർ, ഓക്കെ, ശരിക്കും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം കാര്യം എന്നുണ്ടെങ്കിൽ മാത്രം ഈ റീഡിങ് കാണാം. ഓക്കെ, വെറുതെ ഡൗട്ടുള്ളവർ കണ്ടിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഓക്കെ, മനസ്സിലെ കുഴപ്പം കേട്ടണ്ട, വിട്ടേക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് അല്ല. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടി ഉണ്ട് എന്ന് ഉറപ്പുള്ളവർക്ക് നിങ്ങൾ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്, അതായത് അവരുടെ ലൈഫിൽ ഇപ്പം എന്താ നടക്കുന്നത്, തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ മാരീഡ് ആവാം, ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് വേറൊരു വ്യക്തിയോട് ഇഷ്ടമുണ്ട്. ആ വ്യക്തിക്ക് ലൈഫിൽ, ആ പേഴ്സണിൻ്റെ ലൈഫിൽ വേറൊരു പേഴ്സൺ ഉണ്ട് എന്ന രീതിയിൽ എടുത്തോളൂ. തേർഡ് പാർട്ടി ഉണ്ട്, അത് ലൈക്ക് റൊമാൻറ്റിക് സിറ്റുവേഷൻസ് എന്ന രീതിക്ക് തന്നെയാണ് ഞാൻ പറയുന്നത്. മിക്കവാറും ഇവിടെ വേറെ ഒന്നും നമ്മൾ കണക്കാക്കാൻ പോകുന്നില്ല. ഓക്കെ, ഓൺലി റൊമാൻറ്റിക്. അവർ അതായത് മാരീഡ് ആവാം, അല്ലെങ്കിൽ അവർ റൊമാൻറ്റിക് വേറെ പേഴ്സൺ ആയിരിക്കാം, മാരേജ് ഉറപ്പിച്ചു, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം, എന്തുമാവാം. ഓക്കെ, സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം എന്താ നടക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതായത് ഒരു ഒളിഞ്ഞ നോട്ടം എന്നാണ് ഞാൻ അതിനെ വിളിക്കാറ് സാധാരണ. അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം, എന്താണ് അവിടെ സംഭവിക്കുന്നത്, അവർ ഹാപ്പി ആണോ, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, എന്തൊക്കെയാണ്. ഞാനൊരു ഡെക്ക് കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് ആവശ്യമുണ്ട് തോന്നിയാൽ നിങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും നമുക്കൊരു ഫൈനൽ ക്ലാരിഫിക്കേഷൻ നമുക്ക് വേറെ ഡെക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ തേർഡ് പാർട്ടിയെ കുറിച്ച് ആദ്യം എടുക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ എന്താണ്. വാവ്, ഡെവിൾ കാർഡാണ്, പേജ് ഓഫ് സോർഡ്സ്, 9 ഓഫ് കപ്സ്, ഹാങ്മാൻ, 2 of cups, ace of pentacles, queen of wands, queen of pentacles. നിങ്ങളുടെ എനർജി വന്നിട്ടുണ്ട്. ഓക്കെ, 3 of wands, 6 of cups. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൺഫേം ആണ്. നമുക്ക് എനർജീസ് ഒന്നിൽ കൂടുതൽ വന്നു കഴിഞ്ഞു. ആൻഡ് ഡെഫിനറ്റ്ലി തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ആൻഡ് തേർഡ് പാർട്ടി മാത്രമല്ല, അത് മാരീഡ് ആയിരിക്കാം. ഓക്കെ, മാരീഡ് ആണ് മിക്കവാറും. ഓക്കെ, മോസ്റ്റ്ലി നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം. ഇത് ഞാൻ ഓൾറെഡി ഓക്കെ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്. ഓക്കെ, ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്ക് നേരത്തെ നമുക്ക് ക്വീൻ ഓഫ് സോർഡ്സ് ഉണ്ടായിരുന്നു ഓൾറെഡി, 8 ഓഫ് സോർഡ്സ്. ഓക്കെ, ഇവിടെ കാണുന്നത്, ഇത് കാണിക്കാൻ പറ്റില്ല കാർഡ്, നിങ്ങളുടെ പേഴ്സൺ ഓക്കെ മാരീഡ് ആണ് എന്നാണ് കൂടുതലും കാണുന്നത്. ഓക്കെ, അവർ മാരീഡ് ആണ് ആൻഡ് അതിൽ സ്റ്റക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഹാങ്മാൻ സിറ്റുവേഷൻ ആണ്. ഇവിടെ 8 ഓഫ് സോർഡ്സും ഉണ്ട്, സ്റ്റക്കാണ് എന്ന രീതിയിൽ പറയാം. അവർ ആ മാരേജിൽ പെട്ട് നിൽക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല, മാരേജിലാണ്. ഓക്കെ, സോ കമ്മിറ്റഡ് ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഡെവിൾ കാർഡാണ് പക്ഷെ ആദ്യം തന്നെ വന്നത്. ഡെവിൾ കാർഡ് ഫസ്റ്റ് തന്നെ വരുമ്പോൾ ഇവിടെ നമുക്കൊരു നെഗറ്റീവ് വൈബാണ് ഇവിടെ ഓൾറെഡി. ആൻഡ് നേരത്തെ ക്വീൻ ഓഫ് സോർഡ്സ് ബാക്ക് ഓഫ് ദ ഡെക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം നല്ലൊരു റിലേഷൻഷിപ്പ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ആ റിലേഷൻഷിപ്പ് അവർക്കൊരു ടോക്സിക് റിലേഷൻ ആണെന്ന് പറയണം. ടോക്സിക് സിറ്റുവേഷൻ ആണ് എന്ന് വെച്ചാൽ അവിടെ അവർ ഇത് ഇന്നത്തെ നമ്മുടെ ഗൈഡൻസുമായിട്ട് നല്ല മാച്ച് തോന്നുന്നുണ്ട്. ഗൈഡൻസ് കൂടി നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക. ഈ ഗൈഡൻസിലും ആക്ച്വലി റിലേഷൻഷിപ്പിനെ കണക്ട് ചെയ്ത് വന്നത് ഇതേ കാർഡ്സ് ആയിരുന്നു. സോ ഒന്ന് പോയി കണ്ടു നോക്കാം. 2 ഓഫ് കപ്സും ഡെവിളും ഉണ്ടായിരുന്നു. സോ എവിടെയോ നിങ്ങളുടെ പേഴ്സൺ ആക്ച്വലി ഓൾറെഡി മാരീഡ് ആണെങ്കിൽ അവർ ഒരു സോൾമേറ്റ് പോലെ ആയിരുന്നു അവരുടെ. ഓക്കെ, പക്ഷെ ആ സിറ്റുവേഷൻ ടോക്സിക് ആയിട്ട് മാറിയിട്ടുണ്ട്.
ക്വീൻ ഓഫ് സോർട്സ് ഉണ്ടായിരുന്നു, ഞാനത് മാറ്റി അറിയാതെ. ഓക്കെ, പോട്ടെ, കുഴപ്പമില്ല. അവിടെ ആ സിറ്റുവേഷൻ വളരെ ടോക്സിക് ആയിട്ടുണ്ട്. അവരുമായിട്ട് വഴക്കോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ പറയാം. അവർ തമ്മിലൊരു പേഴ്സൺ, ആ വ്യക്തി അവരെ വളരെ കൺട്രോളിങ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം, റെസ്പെക്ട് ചെയ്യാത്തൊരു പേഴ്സൺ ആയിരിക്കാം. അവിടെ അവർക്ക് ഒരിക്കലും ഒരു കിട്ടേണ്ട റെസ്പെക്ട് ആ ഫാമിലിയിൽ അവർ ഹസ്ബൻഡ് ഓർ വൈഫ് കൊടുക്കേണ്ട റെസ്പെക്ട് അങ്ങനെയൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. ഐ തിങ്ക് കൺട്രോളിങ് മാത്രമായിരിക്കാം, പൈസയ്ക്ക് വേണ്ടി മാത്രമായിരിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ടോക്സിക് എൻവയൺമെൻ്റ് ആണ് അവിടെ. ആ സിറ്റുവേഷൻ ഒരു വളരെ ടോക്സിക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ അവിടെ ഹാപ്പി ആയിട്ടല്ല ഉള്ളത്. ഓക്കെ, അവിടെ വേദനിപ്പിക്കലുണ്ട്, ചില തർക്കങ്ങൾ ഉണ്ടാവാം, ആർഗ്യുമെന്റ്സ് ഉണ്ടാവാം, റെസ്പെക്റ്റ് ഇല്ലായ്മ, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഒരുതരം കൺട്രോളിങ് നേച്ചർ ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളും അവിടെ ടോക്സിക് ആയിട്ടാണ് ആ റിലേഷൻഷിപ്പിലുള്ളത്. ഓക്കെ, പക്ഷേ ഇവിടെ ചിലവർക്ക് നിങ്ങളുടെ തേർഡ് പാർട്ടി ഒരു ലേഡീസ് ഉള്ളവർക്ക്, ചിലവർക്ക് പ്രഗ്നൻസി, ഈവൻ ലേഡീസ് ആവണമെന്നില്ല, ഈവൻ ജെൻസ് ആയാലും ഓക്കെ, അവരുടെ വൈഫ് പ്രഗ്നൻ്റ് എന്നാ പറയാം. അല്ല, നിങ്ങളിപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി പോകുന്നത് പറയുമ്പോൾ. ഓക്കെ, അവിടെ ഒരു പ്രഗ്നൻസിയുടെ കാര്യം ഉണ്ടാവാം അവരുടെ ഫാമിലിയിൽ. അതായത് അവിടെ ഒരു കുട്ടി ജനിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു പ്രഗ്നൻസി ആയിട്ടുണ്ട് എന്ന രീതിയിൽ പറയാം. അതുകൊണ്ടായിരിക്കും അവിടെ സ്റ്റക്ക് കാണുന്നത്, ഹാങ്മാൻ കാണുന്നത്. ആ റിലേഷൻഷിപ്പ് നിന്ന് വിട്ട് വരാൻ നിങ്ങളുടെ പേഴ്സണിന് സാധിക്കില്ല എന്ന രീതിയിൽ. ചിലവർക്ക് കേട്ടോ, ഇത് എല്ലാവർക്കും പോസിബിൾ അല്ല. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, യങ് ഏജ് ആണ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് പ്രഗ്നൻസി അവിടെ വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ യെസ്, ചിലവർക്ക് പ്രഗ്നൻസി വരാം. ഓക്കെ, ചിലവർക്ക് ജസ്റ്റ് നിങ്ങളുടെ ഫാമിലിയിൽ അവർ സ്റ്റക്കാണ് എന്ന രീതിക്കും പറയാം. ആ ടോക്സിക് സിറ്റുവേഷൻ ആണ്, പക്ഷെ അവരതിൽ ഓൾറെഡി അവർ മാരീഡ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ആ റിലേഷൻഷിപ്പ് വിട്ടു വരാൻ അത്ര വേഗം അവർക്ക് സാധിക്കില്ല എന്ന രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, കമ്മിറ്റഡ് ആണ് അവർ റിലേഷൻഷിപ്പിൽ. ഓക്കെ, സോ ഡെഫിനറ്റ്ലി അവിടെ അത് മാരീഡ് സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ കൂടുതലും എനിക്ക് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ പക്ഷേ നിങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ്, നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. പേജ് ഓഫ് സോർട്സ് ആണ്. ഓക്കെ, നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നു എന്ന രീതിയിൽ പറയാം. നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നു. അതായത് അവർ നിങ്ങളറിയാതെ തന്നെ അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ കാണുന്നത് വളരെ ഒരു അട്രാക്റ്റീവ് പേഴ്സൺ ആയിട്ടും, നിങ്ങളെ കാണുന്നത് ഒരു വളരെ കെയറിങ് ഒക്കെ പേഴ്സൺ ആയിട്ടൊക്കെയാണ് അവർ കാണുന്നത്, കഴിവുള്ള ഒരു വ്യക്തിയായിട്ടൊക്കെയാണ് കാണുന്നത്. മറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് അവരൊരു കമ്മിറ്റഡ് ആണ് എന്നുള്ളത് കൊണ്ട് നിൽക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അവിടെ മണി ആയിരിക്കും അവർക്ക് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആ വേണ്ടത് മണി എന്ന രീതിയിലായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഒരു ഹസ്ബൻഡ് ആണെങ്കിലും അല്ലെങ്കിൽ മാൻ ആണെങ്കിലും ജസ്റ്റ് ആ റിലേഷൻഷിപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന രീതിക്ക് മാത്രം എടുത്താൽ മതി. ഓക്കെ, കുട്ടികളുണ്ടാവാം ചിലവർക്ക്. ഓക്കെ, കുട്ടികളുടെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ അവിടെ സ്റ്റക്കാണ്. നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാം. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് ഫീലിങ്സുമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വരണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, പക്ഷേ തേർഡ് പാർട്ടിയിൽ ചിലവർക്ക് ആ കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് അവരവിടെ നിൽക്കുകയാണ്. പക്ഷേ ടോക്സിക് എൻവയറമെൻറ്റ് നടക്കുന്നുണ്ട് അവിടെ സിറ്റുവേഷൻ അത്ര നല്ലതല്ല. ചിലവർക്ക് പ്രഗ്നൻസി ഉണ്ടാവാം. ഈ കാർഡ് വന്നതുകൊണ്ട് എനിക്ക് ഇതേ വീണ്ടും ക്വീൻ ഓഫ് സോർട്സ് ചാടി വന്നിട്ടുണ്ട്. നേരത്തെ ഇത് ബാക്ക് ഓഫ് ദ ഡെക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് അല്ല എന്തായാലും. ഓക്കെ, ടോക്സിക് എൻവയറമെൻ്റ് ആണ്. കുറച്ചുകൂടി നമുക്ക് തേർഡ് പാർട്ടിയെ കുറിച്ച് നോക്കാം, ബാക്കി നിങ്ങളെക്കുറിച്ച് പിന്നെ എടുക്കാം. മൂൺ കാർഡ്, ഇമോഷണൽ ഫുൾ, ഇത് 8 ഓഫ് സോർട്സ്, ഈ കാർഡുകളെ കൊണ്ട് 7 ഓഫ് സോർട്സ്, Emperor, 10 of swords again, Death card. അവർക്ക് ആ റിലേഷൻഷിപ്പ് വിട്ടു മാറണം എന്നുള്ള ആഗ്രഹമാണ് കാണുന്നത്. ഓക്കെ, അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരാൻ സാധിക്കുമോ എന്ന രീതിയിലാണ് ചിന്തിക്കുന്നത്. മജീഷ്യൻ ആണ് ഇവിടെ. ഓക്കെ, മേ ബി നിങ്ങളുടെ തേർഡ് പാർട്ടി അവരെ പെടുത്തി വെച്ചിരിക്കുന്നതായിരിക്കും, അങ്ങനെയും പറയാം. മജീഷ്യൻ കാർഡ് നമ്മൾ അങ്ങനെയും പറയും. ദാറ്റ് നിങ്ങളുടെ പേഴ്സൺ ആക്ച്വലി പെടുത്തിയ പോലെയുണ്ട്. അഗെയിൻ 8 ഓഫ് സോർട്സ് നമ്മൾ പറഞ്ഞിരുന്നു, പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ഫീലിംഗ് അവർക്ക് പെട്ട് നിൽക്കുന്ന പോലെയാണ് നിങ്ങളുടെ പേഴ്സൺ. ഹാങ്മാൻ സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്ന രീതിയിൽ അവർ ഇമോഷണൽ ചില കാര്യങ്ങൾ ആക്ച്വലി അവിടെയും ഹിഡൻ ഉണ്ട്. ഓക്കെ, നിങ്ങളെല്ലാം മനസ്സിലാക്കുന്നില്ല എന്ന് പറയാം. അത് മാത്രമല്ല, അവിടെ നിങ്ങളുടെ പേഴ്സണിന് പോലും അറിയാത്ത ചില കാര്യങ്ങൾ ഹിഡൻ ഉണ്ടാവാം അവിടെ. ഓക്കെ, ആൻഡ് ഒരു നല്ല എൻവയറമെൻ്റ് അല്ല എന്ന് പറയാം. ആക്ച്വലി ഇവിടെ 7 ഓഫ് സോർട്സ് കാണുമ്പോൾ മേ ബി തേർഡ് പാർട്ടിക്ക് ചിലപ്പോൾ വല്ല റിലേഷൻസ് വേറെ ഉണ്ടാവാം. അവിടെ ഒരു ചീറ്റിംഗ് നടക്കുന്നതായിട്ട്, അത് എന്ത് തരത്തിലും ചീറ്റിംഗ് ആവാം. ചിലപ്പോൾ പണത്തിൻ്റെ ചീറ്റിംഗ് ആയിരിക്കാം, വേറെ റിലേഷൻഷിപ്സ് അവർക്ക് ഉണ്ടാവാം. തേർഡ് പാർട്ടിക്ക് വേറെ ചിലപ്പോൾ റിലേഷൻസ് ഉണ്ടാവാം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക, പല കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സണിൻ്റെ അടുത്ത് നിന്നും മറിഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണും എല്ലാം അറിയുന്നില്ല.
ഓക്കെ. ഇത് മേ ബി ഇനിയിപ്പോൾ നിങ്ങളെ അവരെ പെടുത്തി വെക്കുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറയില്ലേ ഒരു മയക്കി എടുത്ത് വെച്ചു അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്ത് വെക്കുന്നു എന്ന രീതിക്ക് എന്തെങ്കിലും തരത്തിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാവുന്നില്ല എന്ന് പറയാം. അവർക്ക് പക്ഷെ അവിടെ ഒരു ഹാപ്പി അല്ല. അവർക്ക് അവിടുന്ന് വിട്ടു പോകണം എന്നാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അവർക്ക് അവിടുന്ന് വിട്ടു മാറി പോകണം. ഡെത്ത് കാർഡാണ് ഈ 4 of Wands ഡെത്തും ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ഇത് എൻഡ് ചെയ്യണം എന്നാണ് അവരുടെ ഫീലിംഗ്. ഓക്കെ, ഡെത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എൻഡിങ് എന്ന് പറയും അല്ലേ? ആ എൻഡിങ് എന്ന് പറയുമ്പോൾ എന്താണ് എൻഡിങ്? 4 of Wands പറയുമ്പോൾ മാരേജ്, ഫാമിലി, റിലേഷൻസ് എന്ന രീതിക്കൊക്കെ, ഐ മീൻ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കാര്യത്തിന് എൻഡിങ് എന്ന രീതിക്കാണ്. കാരണം അവരവിടെ വിഷമം അനുഭവിക്കുകയാണ്, അവരവിടെ സ്ട്രെസ് അനുഭവിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അത് വിട്ട് മാറിപ്പോകണം എന്ന രീതിക്ക് അവർക്ക് ചിന്തിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ മറിഞ്ഞിരിക്കുന്നതിൽ എവിടെയോ എനിക്കൊരു ചെറിയ തോന്നൽ തേർഡ് പാർട്ടിക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അവരെന്തെങ്കിലും ചീറ്റിംഗ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചീറ്റിംഗ് ഉണ്ടാവാം. ഈഗോ, ഓക്കെ, നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് വളരെ കൺട്രോളിങ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ക്വീൻ ഓഫ് സോർഡ്സ് നേരത്തെ വന്നിരുന്നു. എംപററും ആക്ച്വലി തേർഡ് പാർട്ടിയുടെ ഒരു എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. തേർഡ് പാർട്ടി വളരെ കൺട്രോളിങ് ആയിരിക്കും, ഈഗോ പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, അവരുടെ അടുത്തൊന്നും എതിർത്തൊന്നും പറയാൻ അവർ ഈവൻ ലേഡീസ് ആണെങ്കിൽ പോലും ചിലവർ അങ്ങനെയുണ്ട്. ഓക്കെ, എംപറർ ലെവൽ, അതായത് ഒരു ആണുങ്ങളുടെ സ്വഭാവം കാണിക്കുന്ന ലേഡീസ് അടക്കമുണ്ട്. ചിലവർ വളരെ ഡോമിനേറ്റിംഗ് ആയിട്ട് അല്ലേ, ഡോമിനേറ്റിംഗ് ആയിരിക്കാം, ഈഗോ ഉണ്ടാവാം. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ പേഴ്സണിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഹേർട്ട് ചെയ്യുന്ന തരത്തിൽ സംസാരങ്ങൾ വരുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇതിൽ നിന്ന് വിട്ട് മാറി പോകണം എന്നാണ്, ആ സിറ്റുവേഷൻ എൻഡ് ചെയ്യണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അവിടെ ചില ചീറ്റിങ്സ് നടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കൺട്രോളിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ടോക്സിക് എൻവയറമെന്റ് എന്തൊക്കെയോ ഉണ്ട്. അവിടെ ഒരു തരം അഡിക്ഷൻ തോന്നുമായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവിടെ അഡിക്ഷൻ ആയിട്ട് തോന്നുന്നുണ്ടാവും. അവിടെ മീൻസ് അവർ ഹസ്ബൻഡ് ആയാലും വൈഫായാലും ഓക്കെ, അവർക്കൊരു അഡിക്ഷൻ പോലെ തോന്നുന്നുണ്ടാവും. അത് മേ ബി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇടയ്ക്ക് ഷഫിൾ ചെയ്തോ. ഓക്കെ, സോറി. മജീഷ്യൻ കാർഡ് ഉണ്ടായിരുന്നു അല്ലേ? മജീഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്ത് അവരെ അട്രാക്ട് ചെയ്തെടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഡെവിൾ കാർഡ് ഇവിടെ വന്നിട്ടുള്ളത്. എന്തായാലും അവിടെ ഒരു ടോക്സിക് എൻവയറമെന്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ അവിടെ ഒട്ടും ഹാപ്പി ഒന്നുമല്ല. ഓക്കെ, അവിടെ പല കാര്യങ്ങളും അവരുടെ അടുത്ത് നിന്ന് മറിഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ അറിയാതെ പലതും ചെയ്യുന്നുണ്ട്. ചില ചീറ്റിംഗ് നടക്കുന്നുണ്ട്. ഫൈനാൻഷ്യൽ ചീറ്റിംഗ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് പണം എടുത്ത് ചിലപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ടായിരിക്കാം അവരുടെ കൂടെ നിൽക്കുന്നത് തന്നെ. ഓക്കെ, അങ്ങനെയൊക്കെ ചില ഒരു മോട്ടീവ് അവിടെ നല്ലൊരു മോട്ടീവ് അല്ല അവിടെ ഉള്ളത്. ഓക്കെ, ചിലവർക്ക് ഇനിയിപ്പോൾ മാരീഡ് ഫാമിലി ഉണ്ടെങ്കിൽ യെസ്, അതൊരു സിറ്റുവേഷൻ ഉണ്ടാവാം ചിലവർക്ക്. ഓക്കെ, ആ ഒരു സാഹചര്യം എന്തായാലും നിങ്ങളുടെ പേഴ്സൺ പക്ഷെ അവിടെ ഇപ്പോൾ പെട്ട് നിൽക്കുന്ന ഒരു തരത്തിലാണ്. അവർക്ക് അത് വിട്ട് വരണം, നിങ്ങളുടെ അടുത്തേക്ക് വരണം. എനിക്ക് ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ അവർ ഇതിനെയൊക്കെ പിന്നിൽ ഉപേക്ഷിച്ച് വരണം എന്ന രീതിക്കാണ്. ഡെത്ത് കാർഡും ഞാൻ പറഞ്ഞു, അവർക്ക് ഈ മാരേജ് തന്നെ എൻഡ് ചെയ്ത് വരണം എന്ന രീതിയിലാണ് അവർ കാണുന്നത് ഇവിടെ. കാരണം അത് മാരേജ് സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, മാരീഡ് അല്ലാത്തവർ ഇപ്പോൾ സപ്പോസ് അവർ മാരേജ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിൽ നിന്നായാലും അവർക്ക് പിന്നോട്ട് മാറി ആ സിറ്റുവേഷനിൽ നിന്ന് മാറി വരണം എന്ന രീതിക്കാണ്. പക്ഷെ അവർക്ക് സാധിക്കുന്നില്ല, അതിൽ അവിടെ സ്റ്റക്കായി പോവാണ് അവർ. ഓക്കെ, ഞാൻ കുറച്ച് കാർഡ്സ് നിങ്ങളെക്കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഭാഗം കൂടി നമുക്ക് എടുക്കാം. എന്നിട്ട് നിങ്ങളുടെ പേഴ്സൺ ആ സിറ്റുവേഷനിൽ ഹാപ്പി ആണോ അതോ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, അങ്ങനെ കൂടി ഒന്ന് നോക്കാം അല്ലേ. ഷഫ്രീത് ഞാൻ വെക്കുന്ന തന്നെയാണ് എന്നാലും ഓക്കെ. നേരത്തെ വന്ന കാർഡാണ് ഇത്. സെയിം അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു എന്ന് തന്നെയാണ്. ഓക്കെ, അഗെയിൻ സെയിം മജീഷ്യൻ കാർഡ്, ക്വീൻ ഓഫ് കപ്സ്. അവർ നിങ്ങളുടെ അടുത്തേക്ക് ഏസ് ഓഫ് കപ്സ്, വെരി ഗുഡ്. അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് പറഞ്ഞത്, ആ സിറ്റുവേഷനിൽ നിന്ന് വിട്ടു മാറി വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇവിടെ കാണുന്നത് അവർ ഹാപ്പി അല്ല അവിടെ. ഓക്കെ, അവർ മാരീഡ് ആയിരിക്കാം മോസ്റ്റ്ലി, നമ്മൾ പറഞ്ഞ പോലെ. ഓക്കെ, മാരീഡ് ആണെങ്കിൽ അല്ല, നിങ്ങൾ തമ്മിൽ മാരീഡ് ആണ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് വേറെ റിലേഷനിൽ പോയി, അങ്ങനെയാവാം കേട്ടോ സിറ്റുവേഷൻ. അങ്ങനെയാണെങ്കിലും അവരവിടെ ഹാപ്പി അല്ല. ഓക്കെ, അവരവിടെ മാനസികമായിട്ട് ഒരു വിഷമം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. മാനസികമായിട്ട് ചില വേദനകൾ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇപ്പം അവരവിടുന്ന് ഇപ്പം നിങ്ങളുടെ അടുത്ത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. പേജ് ഓഫ് സോർട്സ് അഗെയിൻ ഞാൻ പറഞ്ഞു, നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ആ എനർജിയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരണം എങ്ങനെയെങ്കിലും. അപ്പോൾ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി തയ്യാറാവുന്ന പോലെയാണ്. പക്ഷേ ഇപ്പോൾ തേർഡ് പാർട്ടിയിലാണെന്ന് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ മേ ബി നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊരു ഡൗട്ട് ഉണ്ടാവാം. സോ അതുകൊണ്ട് നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, സൈലൻ്റ് ആയിട്ട് നിങ്ങളെ നോക്കുന്നുണ്ട്. മെസ്സേജ് ചെയ്യണോ വേണ്ടേ എന്നുള്ള ആലോചന ആയിരിക്കാം.
ഓക്കെ, 7 of Cups ഓപ്ഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ അതായത് ആലോചിക്കുകയാണ്, ഞാൻ ചെയ്ത തെറ്റായി പോയോ, ഞാൻ ചൂസ് ചെയ്ത ആൾ തെറ്റായി പോയോ. ഓക്കെ, ഞാനൊരു അതായത് നിങ്ങളെ ചൂസ് ചെയ്യാതെ തേർഡ് പാർട്ടി ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് തെറ്റായി പോയോ എന്നുള്ളൊരു തോന്നലുണ്ട്. നിങ്ങളുമായിട്ട് മുന്നോട്ട് ഒരു ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് എന്താ പറയുക, കൊളാബറേറ്റ് ചെയ്ത് സിറ്റുവേഷൻ ബെറ്റർ ആക്കി മുന്നോട്ട് പോകണം എന്ന രീതിക്കാണ് ആഗ്രഹം. മജീഷ്യൻ, ഓക്കെ, അവരിപ്പോൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയാം. എനിക്ക് ഈ സിറ്റുവേഷനെ ബെറ്റർ ആക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. ഓക്കെ, സോ യെസ്, ഇവിടെ നിങ്ങളുടെ ഭാഗത്തേക്ക് പോസിറ്റീവായിട്ടാണ് എനിക്ക് കാണുന്നത്. ഇപ്പോൾ കാണുന്നത് തേർഡ് പാർട്ടിയുമായിട്ട് ഒരു ഹാപ്പി സിറ്റുവേഷൻ അല്ല. ഓക്കെ, അവിടെ ഒരു നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ സെപ്പറേഷൻ ആയിരിക്കാം, പക്ഷേ സെപ്പറേഷൻ ആണെങ്കിൽ തന്നെ കോൺടാക്ട് വരും എന്ന് കാണുന്നുണ്ട്. കോൺടാക്ട് വരും. ആക്ച്വലി അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അവരെങ്ങനെയാണ് നിങ്ങളെ അപ്രോച്ച് ചെയ്യുക എന്നുള്ള ആലോചനയിലാണ്. എങ്ങനെയാണ് ഓപ്ഷൻസ് എന്താണെന്ന് ആലോചിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ എങ്ങനെ വരും എന്നുള്ള ആലോചനയാണ്. നിങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി അവർ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് നിങ്ങളായിട്ട് അങ്ങോട്ട് അവർ പിന്നാലെ പോകണം എന്നുള്ള ആഗ്രഹമുണ്ട് അവർക്ക്. കാരണം ക്വീൻ ഓഫ് കപ്സ് ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്, ഏസ് ഓഫ് കപ്സ് ആണ്. സോ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ അവർ വർക്ക് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അഗെയിൻ ലവേഴ്സ് കാർഡും ഉണ്ട്. സോ ഓക്കെ, ഇത്ര പോരെ നമുക്ക് അല്ലേ. ഓക്കെ, തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോൾ തൽക്കാലം ഒരു ഹാപ്പി സിറ്റുവേഷൻ അല്ല കാണുന്നത്. ആൻഡ് കുറച്ച് നിങ്ങൾക്കുള്ള അഡ്വൈസ് കാർഡ് കൂടി ഞാൻ എടുക്കുന്നുണ്ട്. ഈ സിറ്റുവേഷൻസ് ഒക്കെ കാണുമ്പോഴും നിങ്ങൾ അതിന് മാത്രമായിട്ട് നിങ്ങളുടെ ലൈഫ് മുഴുവൻ എന്താ പറയുക, ദിവസവും നിങ്ങളുടെ ചിന്തകളും മുഴുവൻ ഇതിൽ മാത്രമായിട്ട് കളയാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്കുള്ള കുറച്ച് അഡ്വൈസ് കൂടി നോക്കട്ടെ എന്താ കിട്ടുന്നത്. മണി, ഫൈൻഡ് എ വേ ടു അബൻഡൻസ്. ഗുഡ്. ഇല്യൂഷൻ, എംബ്രേസ് ദ ട്രൂത്ത്. കോമ്പറ്റീഷൻ, സമൺ കറേജ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. അനിമൽ ബോണ്ട്, ഓക്കെ, ഇത് ചിലവർക്കുള്ള. ഏഞ്ചൽ ഓഫ് മിറക്കിൾസ്, ഫോളോ യുവർ പാഷൻ, ഗ്രേറ്റ്. ഡ്രീംസ്, ബിലീവ് ഇൻ യുവർ ഡ്രീംസ്. ഓക്കെ, ഇത് മാത്രമായിട്ട് ചിലപ്പോൾ ആക്ച്വലി ഒരു റീഡിങ് എടുക്കാൻ തോന്നുന്നുണ്ട് എനിക്ക്. ഓക്കെ, ക്രിയേറ്റീവ് വണ്ടർമെന്റ്, ഫോളോ യുവർ പാഷൻ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, നിങ്ങൾ ഈ പേഴ്സൺ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, അതൊന്നുമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കാം, കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഒരു ഭാഗത്തേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട ഒന്ന്, നിങ്ങൾക്ക് ചിലവർക്ക് അനിമൽസുമായിട്ട് കണക്ഷൻ ഉണ്ടാവാം. ഓക്കെ, സ്റ്റാൻഡപ്പ് ഫോർ ഓൾ അനിമൽസ് പറയുന്നുണ്ട്. ചിലവർക്ക് നിങ്ങൾക്ക് അനിമൽസുമായിട്ട് ഡീൽ ചെയ്യുന്നത് ഇഷ്ടമാണെങ്കിൽ മേ ബി അവരെ കെയർ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അനിമൽസിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചാൽ ചെയ്യാം. ഓക്കെ, മണി എന്ന് പറയുന്നത് ഫൈൻഡ് എ വേ ടു അബൻഡൻസ്. നിങ്ങൾക്ക് ഒരു അബൻഡൻസ്, നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ ബെറ്റർ ആക്കുക. ലേഡീസ് ആണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു വർക്ക് കണ്ടുപിടിക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ ശ്രമിക്കുക, കരിയർ ബിൽഡ് ചെയ്യുക, നിങ്ങളുടെ ഓൺ ഇൻഡിപെൻഡൻസിലേക്ക് നിങ്ങൾ വരാം. ഓക്കെ, ജെൻസ് ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കരിയറിനെ കൂടുതൽ ബെറ്റർ ആക്കാൻ ശ്രമിക്കുക, നിങ്ങൾ ബെറ്റർ ആവാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളെ ഒരു നല്ല പൊസിഷനിൽ നിന്ന് മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്താൻ ശ്രമിക്കുക. ഓക്കെ, എന്താണ് നഷ്ടപ്പെടുന്നതെന്ന് അവർക്ക് മനസ്സിലാവണം അല്ലേ, അത് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഇല്യൂഷൻ, എംബ്രേസ് ദ ട്രൂത്ത്. ഓക്കെ, നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, സിറ്റുവേഷൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, അതിനെ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, ഇപ്പോൾ തേർഡ് പാർട്ടി ഉണ്ട്, അവരെ വിട്ട് വരും എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ഒന്നും കാത്തിരിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ സാഹചര്യങ്ങളുണ്ട്. ഓക്കെ, ഓപ്ഷൻ ഉണ്ട്, സാധ്യമാണ് എന്നാണ്. ഓക്കെ, പക്ഷെ എന്ന് വെച്ച് നിങ്ങളത് കാത്തുകൊണ്ടിരിക്കരുത്. ഓക്കെ, നിങ്ങൾ അത് അവർ വരുമ്പോൾ വന്നോട്ടെ, അവർക്ക് സാധിച്ചാൽ അവരത് അവിടെ വിട്ട് വരാൻ സാധിക്കുകയാണെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ ഓക്കെ നമ്മൾ നന്നായിട്ട് ഇരിക്കൂ എന്ന് നമ്മൾ പറയാം. ഓക്കെ, അവർ ചെയ്യേണ്ടത് അവർ ചെയ്തോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം. ആൻഡ് കോമ്പറ്റീഷൻ ഉണ്ട് നിങ്ങൾക്ക്, സമൺ കറേജ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. ആക്ച്വലി തേർഡ് പാർട്ടി ഉണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ പോരാത്തതുകൊണ്ടാണ് തേർഡ് പാർട്ടി അടുത്തേക്ക് പോയത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ചൂസ് ചെയ്ത് ഞാൻ എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്, എനിക്ക് എന്തോ കുറവുണ്ട്, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കാതിരിക്കാം. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ അങ്ങനെ ബെസ്റ്റ് തന്നെയാണ്. ഓക്കെ, ആ കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾ, ഐ തിങ്ക് ഇന്നത്തെ ശരിക്കും മറ്റേ റീഡിംഗ് കൂടി കാണാം, ഗൈഡൻസ് മെസ്സേജ് പ്ലീസ് നിങ്ങളൊന്ന് പോയി കാണാം. ഓക്കെ, അതിൽ നിങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അതിലും കിട്ടും, ഒന്ന് കാണാം പ്ലീസ്. ആൻഡ് ഏഞ്ചൽ ഓഫ് മിറക്കിൾസ്, ഓപ്പൺ യുവർ ഹാർട്ട് ആൻഡ് എക്സ്പെക്ട് എ മിറക്കിൾ. ഓക്കെ, ഇവിടെ മിറക്കിൾ സംഭവിക്കാനുള്ള സാധ്യത നമുക്കുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തേർഡ് പാർട്ടിയെ വിട്ടുമാറി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സാഹചര്യം നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ചിലത് നടക്കുമോ നടക്കില്ലെന്ന് നിങ്ങൾ ആലോചിക്കുക. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയും ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ, നിങ്ങളുടെ ഇൻഡിപെൻഡൻസ് നിങ്ങൾ ആദ്യം, നിങ്ങളുടെ ഒരു വാല്യൂ, ഓക്കെ, നിങ്ങളുടെ വർത്ത് നിങ്ങൾ തന്നെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, ഫോളോ യുവർ പാഷൻ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് കരിയർ ആക്കാൻ പറ്റുമായിരിക്കും. സോ അതിനൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, നിങ്ങളെ തന്നെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക ഫസ്റ്റ്. ഓക്കെ, ഒരു റിലേഷൻഷിപ്പ് യെസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, സ്നേഹം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാമാണ്. പക്ഷെ നമ്മുടെ വോയിസും മാറ്ററാണ്. നമ്മൾ എന്താണ് എന്നുള്ളതും കൂടി മാറ്ററാണ്. നമ്മുടെ സെൽഫ് ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം, സെൽഫ് വർത്ത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, സോ
എനിവേ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കാം. അവർ വരുമ്പോൾ വരട്ടെ, പേഴ്സൺ വരുമ്പോൾ വരട്ടെ. അതുവരെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാം. ഓക്കെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.